ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ എന്താണ് ഈ 5-5 പോർട്ടൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. എന്താണ് ഈ 5-5 പോർട്ടൽ ഓപ്പൺ ചെയ്യുക? കുറച്ച് ആൾക്കൊക്കെ അതിൻ്റെ പേരിൽ അറിയായിരിക്കാം. അതുപോലെ തന്നെ ഈ 5-5 പോർട്ടൽ നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്? അതായത് ഒരു ട്രാൻസ്ഫോർമേഷനെ കാണിക്കുന്ന ഒരു സ്റ്റേജാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പഴയ കാലം മാറി ഒരു പുതിയ കാലത്തിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്ന ഒരു സ്റ്റേജാണ് 5-5 പോർട്ടൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പറയാറുണ്ട് പാമ്പ് അതിൻ്റെ പടം പൊഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ അതായത് മോശം കാലമൊക്കെ മാറി ഒരു പുതിയൊരു കാലത്തെ ഒരു സ്വീകരിക്കുന്ന ഒരു ടൈം എന്നുള്ള രീതിയിൽ വളരെ മാനിഫെസ്റ്റേഷൻ നമ്മളിപ്പം 1-1 പോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഏഞ്ചൽ നമ്പറാണ് അല്ലേ 5-5, ഒരു ട്രാൻസ്ഫോർമേഷനെ കാണിക്കുന്നതാണെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പോർട്ടൽ തുടങ്ങുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളെ തേടി വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാർഡ്സിന് പറയാനുള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ ജനറൽ റീഡിംഗ് ആണ്, നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. നമുക്ക് ആദ്യം റീഡിങ്ങിലേക്ക് കിടക്കാം. റീഡിങ് കാണുമ്പോൾ പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, we have 4 of Pentacles, the 4 of Swords, the Lovers card, the Strength card, നമുക്ക് എല്ലാ ഗൈഡൻസും എടുത്തതിന് ശേഷം നമുക്ക് റീഡിങ് തുടങ്ങാം കേട്ടോ. ട്രാവൽ ലൈറ്റ്ലി, സോളിറ്റ്യൂഡ്, അതുപോലെ തന്നെ റെജുവിനേറ്റിംഗ് റേ. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് തരണം ആഗ്രഹിക്കും തോന്നുന്നു. വളരെ കാർഡുകൾസൊക്കെ ജമ്പ് ചെയ്ത് വരികയാണ്. ഹോളി മെത്തസ്റ്റ്, ഡിവൈൻ ആൽക്കമി, ഓക്കെ. കോസ്മിക് ഗേറ്റ് വേ എന്നുള്ളൊരു കാർഡും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പേടിക്കേണ്ട, എല്ലാം ഒരുമിച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നതാണ് കേട്ടോ. മോഡറേറ്റിംഗ്, പ്രീഷ്യസ് ടൈം, ബോട്ടം ഓഫ് ദി ഡെക്ക് ഇന്നർ ചൈൽഡാണ് കിട്ടിയത്. ഓക്കെ, ദെൻ നമ്മുടെ 3 ഒറാക്കിളും കൂടി ഞാൻ നിങ്ങൾക്ക് ഇന്ന് വേണ്ടി എടുക്കുന്നുണ്ട്. കാരണം ഒരു പവർഫുൾ പോർട്ടൽ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഒരു ചേഞ്ച് വരുമ്പോൾ എല്ലാ കാർഡ്സും ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. Scorpion energy, it's time to release negativity, adjustment are required. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ കാർഡ്സൊക്കെ ഒരേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ട്, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. ഒരു കാര്യത്തിൽ നിന്നും ഒരു പുതിയൊരു തുടക്കത്തിലേക്ക് മാറുന്ന കുറച്ച് പേരെ എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു കാര്യത്തിൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുകയാണ്, നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയാതെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു മാറ്റം, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ഒരു സാധനം കിട്ടണം എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ എന്തോ ആവാം, ജോബാകാം, അല്ലെങ്കിൽ പേഴ്സൺസ് ആകാം, അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ആകാം. എല്ലാവരും ഇത് കാണുന്നവർക്ക് ഓരോരോ ആവശ്യങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ പറയാന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നേടാൻ വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ പരിശ്രമിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന മാജിക്കൽ ബ്ലെസ്സിങ് കാർഡ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. whatever you are going through, you are being assisted by magical fairy blessing. നിങ്ങൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് തരം മോശം സിറ്റുവേഷനാണ്, ഇതിൽ നിന്നും ഒരു മാറ്റമില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നവരാണെങ്കിൽ മുന്നോട്ട് വന്നോളൂ. നിങ്ങൾക്കുള്ള പോസിറ്റിവിറ്റിയുമായിട്ട് ഏഞ്ചൽസ് ഉണ്ട് കൂടെ തന്നെ, ബ്ലെസ്സിങ്സുമായിട്ട്. വെറും ബ്ലെസ്സിങ്സ് അല്ല, മാജിക്കൽ ബ്ലെസ്സിങ്സ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. ദ ഫെയറി സേ യു ക്യാൻ ബ്ലസ് അതേഴ്സ് ടു. നിങ്ങൾക്ക് വേറൊരാൾക്കും കൂടി, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ
ഈ റീഡിങ് കാണുന്ന ഒരുപാട് ആൾക്കാരുടെ വാക്ക് എന്നൊക്കെ പറയുന്നത് വളരെയധികം എന്താണ് മറ്റുള്ളവർക്ക് ആശ്വാസമേകുന്ന രീതിയിലുള്ള വാക്കായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേറൊരാൾ ഈ ഒരു നമ്മൾ സംസാരം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രസൻസ് തന്നെ ആ ഒരു വ്യക്തിക്ക് വളരെയധികം ആശ്വാസമേകുന്ന ഒരു രീതിയിലൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ അതും നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് വരും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് വെച്ച്. അതിനുശേഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് പ്രൊട്ടക്റ്റഡ് ബൈ ഏഞ്ചൽസ്. ഈ കാർഡ് എന്ന് പറയുന്നത് ഈ ഒറാക്കിൾ കാർഡിലെ ഏറ്റവും വളരെ ഇഷ്ടമായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ്. നമ്മൾ ഏഞ്ചൽസ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. കുറേ ആൾക്കാർ ഈ ടൈം കൊണ്ട് ഒരുപാട് ബട്ടർഫ്ലൈ യെല്ലോ അതുപോലെ തന്നെ മിക്സ്ഡ് ആയിട്ട് ബ്ലൂ ബ്ലാക്ക് കളർ ബട്ടർഫ്ലൈ കാണുന്നുണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ ഓരോരോ സൈൻ തരുന്നുണ്ടാവും. അപ്പം ചിലവർക്ക് ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കും, ചിലർക്ക് ഫെദേഴ്സ് കിട്ടുന്നുണ്ടാവും, ചിലർക്ക് റെയിൻബോ കാണുന്നുണ്ടാവും. ഈ ഓരോരോ കാര്യങ്ങളും ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോരോ ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയും യു ആർ ചെറിഷ്ഡ് ബൈ ഏഞ്ചൽസ്. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ബ്ലെസ്സിങ്സും ഏഞ്ചൽസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള രീതിയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല, ഇനിയൊന്നും എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതൊക്കെ ആ ഒരു രീതിയിലുള്ള കോൺസെപ്റ്റൊക്കെ മാറ്റി വെക്കാനാണ് ഇവിടെ നിങ്ങളോട് ഈ ഒരു ടൈം പറയുന്നത്. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്നുള്ളത് നിങ്ങളുടെ ഓറ വളരെയധികം വീക്കായിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ വിശ്വസിക്കുക, പിന്നെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ തുടങ്ങുക. ഇവിടെ മാനിഫെസ്റ്റേഷൻ തുടങ്ങുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ പറയാം, കാരണം 5/5 പോർട്ടലാണ് വരുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അത്രയ്ക്കും എന്താ പറയുക ഒരുപാട് നല്ല രീതിയിൽ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു രീതി, നിങ്ങളൊരു ഹാപ്പിനെസ്സിലേക്ക് എത്തിക്കുന്നത്. ദ 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കിട്ടാതെ പോയ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു അവസരത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഓരോരോ സിറ്റുവേഷനിലൂടെ നിങ്ങൾ അല്ലെങ്കിൽ വിചാരിക്കാത്ത രീതിയിൽ നിങ്ങൾക്കൊരു തിരിച്ചടി പോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ അതൊക്കെ മാറി നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു, നിങ്ങൾക്ക് ആഗ്രഹിച്ചൊരു ജോബ് കിട്ടുന്നു, അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി എഡ്യൂക്കേഷൻ്റെ ഫീൽഡിലാണെങ്കിലും ജോബിൻ്റെ ഫീൽഡിലാണെങ്കിലും ഇനി പേഴ്സൺ ടു പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു പുതിയൊരു അവസരം കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാർഡാണ്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിനെ സൂചിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ഹൈലി ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ ഇവിടെ സ്ട്രെങ്ത്ത്, ഒരു സിറ്റുവേഷനിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ സെൽഫ് ബിലീഫ് വേണം എന്നുള്ള രീതിയിൽ യൂണിവേഴ്സലിനെ വിശ്വസിക്കുക, നിങ്ങളുടെ ഹാർഡ് വർക്കിനെ വിശ്വസിക്കുക, ബാക്കിയുള്ളത് യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഏഞ്ചൽസ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും എന്നുള്ള രീതിയിലാണ്. നിങ്ങളുടെ ഹാർഡ് വർക്ക് മാത്രം മതി എന്നുള്ള രീതിയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ നിന്നും അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനിലേക്ക് പോവുകയാണ്, അതിപ്പോൾ എന്തും ആവാം, അല്ലെങ്കിൽ പുതിയൊരു ജോബ് നോക്കുന്നവരാകാം, അല്ലെങ്കിൽ പുതിയൊരു അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ രീതിയിൽ പുതിയ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പുറത്ത് നോക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇത് പറയുന്നത് ഹൈലൈറ്റിംഗ് എടുത്ത് കാണിക്കുന്നതും അതുതന്നെയാണ്, ഒരു ജോബിനുള്ള ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വിചാരിക്കാത്ത സമയത്ത് നിങ്ങളെ തേടി അവസരങ്ങൾ വരിക എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം ഒരുപാട് നിങ്ങളെ കളിയാക്കിയവരൊക്കെ ഉണ്ടാവും അല്ലേ ചുറ്റും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ ഹാർഡ് വർക്കിന് ഒരുപാട് നാളായിട്ട് നിങ്ങൾ വളരെയധികം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു മറുപടി നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ഒരാളോട് പറയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ മാറി നിന്നിട്ടൊക്കെ വിഷമിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏഞ്ചൽസിനെയോ അല്ലെങ്കിൽ യൂണിവേഴ്സലിനെയോ ഏതൊരു സിറ്റുവേഷൻ്റെ പേരിൽ നിങ്ങളുടെ അത്രയും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തികളെ പോലും എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. ഒരു ഫീലിങ്സ് ഒറ്റപ്പെട്ടു പോയി എന്ന രീതിയിൽ തോന്നിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന അവിടെ എത്തിയത് ഏഞ്ചൽസിൻ്റെ അടുക്കെയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിച്ച് വിളിച്ച ദൈവങ്ങൾ ഒരിക്കലും നിങ്ങളെ കണ്ണീരഴുത്താൻ അല്ലെങ്കിൽ ആ ഒരു ടൈം മാത്രമേ നിങ്ങൾക്ക് മോശമായിട്ടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ വീണ്ടും വീണ്ടും പറയുന്നത്. എന്ന് വെച്ച് നിങ്ങളുടെ അങ്ങത്തോടുള്ള ജേണിയിൽ നിങ്ങൾ ഒരിക്കലും ഏഞ്ചൽസോ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളോ നിങ്ങളുടെ പ്രാർത്ഥന കണ്ടില്ല, നിങ്ങളുടെ കണ്ണീര് കണ്ടില്ല, നിങ്ങളുടെ വിഷമം കണ്ടില്ല. നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴും ഈ ഏഞ്ചൽസും ഡിവൈൻ എനർജീസും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ പലരും അത് കാണാൻ ശ്രമിച്ചിട്ടില്ല. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു അവസ്ഥ വെച്ചിട്ട് നിങ്ങളത് മനസ്സിലാക്കാതെ പോയതായിരിക്കാം. പലർക്കും നല്ല രീതിയിൽ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ഏഞ്ചൽസ് നമ്പേഴ്സിൻ്റെ യൂണിവേഴ്സൽ അല്ലെങ്കിൽ സൈനിൻ്റെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബട്ടർഫ്ലൈൻ്റെ അങ്ങനെയുള്ള സാന്നിധ്യമൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ
അത് ആ ഒരു വിഷമമുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയത് കൊണ്ടാകാം ചിലപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ശ്രമിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കുറച്ച് പേര് അപ്പോഴും നല്ല രീതിയിലില്ല, ഈ ഒരു ടൈം എന്തായാലും മാറും എന്നുള്ള രീതിയിലൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് എന്തായാലും ഇനിയുള്ള മാനിഫെസ്റ്റേഷനിൽ കിട്ടും. നമുക്ക് കിട്ടിയൊരു കാർഡാണ്, ഫെറി മെസ്സേജ് ഉള്ളൊരു കാർഡാണ്, പ്രീഷ്യസ് ടൈം എന്നുള്ളൊരു കാർഡ്. കൂടെ മോഡറേഷൻ എന്നുള്ളൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കാർഡ് പറയുന്നതെന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ടൈം കണ്ടെത്തേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ ആവശ്യത്തിൽ കൂടുതൽ ഒരാളെ പരിഗണിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തു പോയ ഒരുപാട് പേരുണ്ടാകാമായിരിക്കാം. അതിപ്പോൾ ഏത് തരത്തിലാണെങ്കിലും കുറച്ചൊക്കെ നിങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള രീതിയിലാണ് ഏഞ്ചൽസ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ പ്രീഷ്യസ് ടൈം എന്നുള്ള കാർഡ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ എല്ലാ തരത്തിലും എക്സ്പീരിയൻസ് ചെയ്യാൻ ഏഞ്ചൽസും ഉണ്ടാകും എന്നുള്ളത്. അതിപ്പോൾ മോശമാണോ നല്ലതാണോ, പക്ഷേ നിങ്ങൾ എന്ത് വേണം, പോസിറ്റിവിറ്റി ഒരിക്കലും കൈവിടരുത് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ബി മൈൻഡ്ഫുൾ നോട്ട് ടു വേസ്റ്റ് അതേഴ്സ് ടൈം either. അതായത് ഒരാൾ നിങ്ങളോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറി എന്നുള്ള രീതിയിൽ നിങ്ങളും അങ്ങോട്ട് ചെയ്താൽ അവരും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ടൈം വളരെയധികം അല്ലെങ്കിൽ പ്രിഷ്യസ് ആക്കി മാറ്റണം. അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് മോഡറേഷൻ കാർഡാണ്. എന്താണ് ഈ മോഡറേഷൻ കാർഡ്? ഈസ് ദ സംതിങ് യു നോ യു ഷുഡിൻറ്റ് ബി ഈറ്റിംഗ്, ട്രൈ ടു ഈറ്റ് മൈൻഡ്ഫുള്ളി. അതായത് ഓരോ ആൾക്കാർ പലപ്പോഴും ഫുഡോ അല്ലെങ്കിൽ അങ്ങനെ സ്വയം കാര്യങ്ങൾ നോക്കാതെ, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കണ്ടിന്യൂഷനാണ്, അതായത് നിങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കാതെ ഭക്ഷണമൊക്കെ കഴിക്കാതെ അല്ലെങ്കിൽ കാര്യമായിട്ട് നിങ്ങളുടെ ഹെൽത്തിനൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നവരുണ്ടാവാം. ഓൾദോ ദ ഫെയറി ഈസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് വാട്ട് യു ഫാൻസി ഈസ് ഫൈൻ. അതായത് നിങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്തുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പരിഗണിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. അതിലൂടെയാണ് വേറൊരു രീതിയിലുള്ള ഒരു ഹാപ്പിനെസ്. അപ്പം നിങ്ങൾ ഒരിക്കലും എന്ത് തന്നെ തിരക്കിലാണെങ്കിൽ പോലും നിങ്ങളെ പരിഗണിക്കാതിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് ലൈറ്റ്ലി എന്നുള്ളൊരു കാർഡാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്തു ഒരു പടി കുറച്ച് പിറകോട്ട് നിന്ന് കാര്യങ്ങൾ വീക്ഷിക്കേണ്ട അവസ്ഥ വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് യോജിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും ഗുഡ് ബൈ പറയാൻ മടിക്കരുത് എന്നുള്ള രീതിയിലാണ്. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നോ പറയാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഒരു സിറ്റുവേഷനിൽ തന്നെ കടിച്ചു തൂങ്ങുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വേണം, നിങ്ങൾക്കൊരു ചേഞ്ചസ് വേണം, പക്ഷെ നിങ്ങളൊരു പുതിയൊരു കാര്യത്തിലേക്ക് പോകാൻ തയ്യാറല്ല. പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങൾ തയ്യാറാണെങ്കിലും അതിനുള്ള ധൈര്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനുള്ള ഒരു അല്ലെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് ബിലീവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഗുഡ് ബൈ പറയേണ്ട അല്ലെങ്കിൽ സിറ്റുവേഷനോ അല്ലെങ്കിൽ പേഴ്സൺസോ ഉണ്ടെങ്കിൽ അങ്ങനെ പറയാൻ ശ്രമിക്കുക. കാരണം നോ പറയേണ്ടെടുക്കുക, നോ പറയാൻ പഠിക്കുക എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സോളിറ്റ്യൂഡ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇൻ സൈലൻസ് പീസ് പ്രിവെയിൽ. അതായത് നമ്മൾ സൈലൻ്റായിട്ട് നിൽക്കുന്ന സമയത്താണ് ചില കാര്യങ്ങളുടെ ഒരു എന്താണ് സത്യം അല്ലെങ്കിൽ ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്, നമ്മളൊന്ന് തകർന്നൊന്ന് മാറി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ചില അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണല്ലോ നമ്മൾ ശത്രു ആരാണ് മിത്ര ആരാണെന്നൊക്കെ അറിയുന്നത് അല്ലേ, നമ്മളൊന്ന് ഡൗൺ ആവുന്ന സമയത്ത്. അതുപോലെ തന്നെയാണ് ഇതും പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ തന്നെ അല്ലെങ്കിൽ കുറച്ച് മാറി നിന്ന് നമ്മൾ കാര്യങ്ങളുടെ വശങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതൊരിക്കലും നിങ്ങൾ ഒരു വളരെ ദുർബലനായിട്ടുള്ള വ്യക്തിയാണ് എന്ന് തോന്നിക്കാനല്ല, പകരം ആരാണ് ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ള ഒരു അവസരം കൂടിയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അടുത്ത കാർഡ് ദ റിജുവിനേറ്റിംഗ് റെയിൻ. നിങ്ങൾ വളരെയധികം ഇമോഷണലി വളരെയധികം ബാക്ക്വേർഡാണ് എന്ന് തോന്നുകയാണെങ്കിൽ വളരെയധികം ഇമോഷണൽ ആവുക എന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞു പോയി ഇമോഷണലാണ് അപ്പം മോശമാണ്, അങ്ങനെയല്ല. നമ്മൾ മനുഷ്യനാണ്, അപ്പോൾ ഇമോഷണലായിട്ട് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും പ്രകടിപ്പിക്കണം അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ റെയിൻ എന്ന് പറയുന്ന ഒരു പുതിയൊരു മാറ്റമാണ്. നിങ്ങളുടെ ഇമോഷൻ അങ്ങ് മാറ്റിയിട്ട് നമുക്കൊരു പുതിയൊരു തുടക്കം വേണ്ടേ. എപ്പോഴും സങ്കടപ്പെട്ട് നിന്ന് വിഷമിച്ച് നിന്ന് ആർക്കാണത് നഷ്ടം? നമുക്ക് തന്നെയല്ലേ. നമ്മളെന്താണ്, ലൈഫ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഹാപ്പിനെസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. ക്ലിയർ ദ പാസ്റ്റ്. എപ്പോഴും ഇമോഷണലായിട്ട് നിൽക്കരുത്, ഒരു മാറ്റം വേണ്ടേ നമുക്കും.
അപ്പം ഹീൽ ദ പ്രസൻറ്റ്, അതിന് വേണ്ടിയിട്ട് എന്താണ്, ഇപ്പോഴത്തെ കാര്യങ്ങൾ, പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ മറക്കുക, അല്ലെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കുക. ഇപ്പോഴുള്ള പ്രസൻറ്റ് സിറ്റുവേഷന് നിങ്ങൾക്ക് കുറച്ച് ഹീലിംഗ് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യാം, യോഗ അങ്ങനെയുള്ള ഇൻസ്ട്രക്ടേഴ്സൊക്കെ ഉണ്ടാവില്ലേ, നിങ്ങൾ ഡെയിലി തന്നെ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കീപ്പപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ മറിയം ദ സീക്രട്ട് വേർഷൻ എന്നുള്ളൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ചില കാര്യങ്ങൾ ഇവിടെ ഹീലിംഗ് തന്നെയാണ് എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചൂസ് ടു ഫോർഗിവ് ഇൻ ഓർഡർ ടു ഹീൽ എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങൾ നമുക്ക് മറക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പം ആ ഒരു പേഴ്സൺ അത് ഡിസേർവ് ചെയ്യുന്നില്ലെങ്കിൽ അത് ആ ഒരു വ്യക്തി അത് അർഹിക്കുന്നതുകൊണ്ടല്ല, പകരം നമുക്ക് നമ്മളെ തന്നെ ഹീലാക്കണ്ടേ, മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സീ ദ ലൈറ്റ് ഇൻ ഓൾ, അതായത് മറ്റുള്ളവരുടെ നന്മ വശങ്ങൾ മാത്രം നോക്കുക. റിമെമ്പർ ദാറ്റ് ലവ് ഹാസ് നോ ബൗണ്ടറീസ്, അതായത് സ്നേഹത്തിന് ഒരു അതിർവരമ്പുകളും ഇല്ല, അതിന് ഒരു ലിമിറ്റേഷനും ഇല്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്, ക്യാൻസർ, സ്കോർപ്പിയോ, അതുപോലെ തന്നെ ലിയോ, ഇതൊക്കെ നിങ്ങളുടെ സോഡിയക് സൈൻ ആണോ നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ എടുത്ത് കാണുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, യു ആൻഡ് യുവർ ലവ്ഡ് വൺ ആർ സേഫ്, നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയും സേഫാണ് എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആൾക്ക് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്നത്. സ്കോർപ്പിയോ ഇതാണല്ലേ, നിങ്ങളുടെ രാശി സ്കോർപ്പിയോ രാശിയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ എന്താണ് സോഡിയക് സൈൻ സ്കോർപ്പിയോ ആണെങ്കിൽ പറയട്ടെ. അപ്പോൾ ഫുൾ മൂൺ ഇൻ സ്കോർപ്പിയോ ആണ്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം എന്നുള്ള രീതിയിൽ. അഡ്ജസ്റ്റ്മെൻറ്റ് ആർ റിക്വയർഡ്, ചില കാര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് റിക്വയർഡ് അല്ലെങ്കിൽ ആവശ്യമുള്ളതായിട്ട് വരും. കാരണം എന്ന് വെച്ചാൽ ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ്, അതാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. നെഗറ്റിവിറ്റി മാറ്റുക, ഹീലിങ്ങിന് മുൻതൂക്കം കൊടുക്കുക. അപ്പോൾ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.